So, the linguist who first proposed the term Indo European was Thomas Young. Thomas Young എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ആണ് ഈ ഇൻഡോ യൂറോപ്യൻ എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. വില്യം ജോൺസ് he just speculated, he suggested that there could be a chance for a common ancestral language, അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. But later on the other linguists who studied this particular phenomena deeply, അപ്പോൾ എങ്ങനെ അവർ അതിൽ പെട്ട ഒരാളായിരുന്നു തോമസ് യങ്. ഓക്കെ, he suggested this name for the first time, Indo European. Okay, Indo European language. And then Franz Bopp was another important personality who studied, done some kind of comparative study നടത്തിക്കൊണ്ട് he established that there is a language, a common language, ancestral language, and because of his studies this particular branch of Indo European studies came into effect. അപ്പം Indo European studies എന്ന് പറയുന്ന ബ്രാഞ്ച് വന്നത് തന്നെ ഈ ഫ്രാൻസ് ബോപ്പ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ വില്യം ജോൺസ് he proposed that there could be an ancestral language. Thomas Young expanded this idea and he told that he put forwarded that this particular language could be called as Indo-European. And then Franz Bopp studied this phenomena, that is comparative study. He conducted comparative studies and then established this Indo-European studies. അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ഇത് ഒരു വിപുലീകരിക്കുന്ന ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറുകയാണ് ചെയ്തത്, സ്റ്റഡിയായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഡയഗ്രാം ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. ഇതിൻ്റെ നേരെ നമ്മൾ അതിലായിട്ട് പറയുന്നതാണ്. ദാറ്റ് ഈസ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഈസ് ഡെവലപ്ഡ് ഇൻ ടു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. അതിന് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, പ്രോട്ടോ യൂറോപ്യൻ ലാംഗ്വേജ്, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ there are lots of branches going: Trocarian, Indo-Iranian, Armenian, Albanian, Hellenic, then Italic, Celtic, then German, Balto-Slavic. അതിലൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതെല്ലാം പോയി മീൻസ് ഇറ്റ് ഗെറ്റ്സ് ഓൺ, ദാറ്റ് ഈസ് it is branching into different languages. So here we have Indo-Iranian and then Indic, Sanskrit, and all these languages are from Sanskrit, and then Iranian, that is Persian. Then we have Pashtun, Baluchi, Kurdish, all from Iranian branch. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിട്ട് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം ഓരോന്നായിട്ട്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് സെറ്റം ലാംഗ്വേജ് ഓർ ആൻഡ് കെൻറ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവിഷൻ ദാറ്റ് ഈസ് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ പീറ്റർ വോൺ ബ്രാഡ് എന്ന് പറയുന്ന ആ ഒരു linguist ആണ്. He studied these languages and then he divided it into two, സെറ്റം എന്നും കെൻറ്റം എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജസ് ആയി, മീൻസ് ഗ്രൂപ്പായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. ഈ ലാംഗ്വേജസിനെല്ലാം കൂടി ഡിവൈഡ് ചെയ്തു, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ദെൻ അതെങ്ങനെയാണ് he classified this on the basis of a shift in the velar consonant. velar consonant ആയിട്ടുള്ള ഗ എന്ന് പറയുന്ന രണ്ട് സൗണ്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഒരു മാറ്റം, മീൻസ് ചേഞ്ച് വന്നത് എങ്ങനെയാണെന്നുള്ളത് he studied about that particular thing, and then he classified these that is Proto-Indo-European language into Setem and Kentem, and then that is the Indo-European velar plosive, that is k developed into alveolar fricative sh or s in eastern group. അങ്ങനെയാണ് അതെങ്ങനെയാണ് ആ ഒരു കോമൺ ആയിട്ടുള്ള ഇന്തോ യൂറോപ്പിൽ ക എന്ന് പറയുന്ന സൗണ്ട് ലേറ്റർ ഓൺ ആൽവിയോളാർ ഫ്രിക്കേറ്റ് ആയിട്ടുള്ള ഷ് സ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, നൗ ഹിയർ ഇറ്റ് സെൽഫ് യു ക്യാൻ സി ദിസ് ഈസ് കെൻറ്റം, ദിസ് ഈസ് സെറ്റം. ക സൗണ്ട് പോയിട്ട് സ് സൗണ്ട് വന്നത് യു മസ്റ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് ഇറ്റ് ഇഫ് യു ജസ്റ്റ് ഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ഐഡിയ, ദറ്റ് ഈസ് ക സൗണ്ട് കെൻറ്റം, ക
changed into s. That is the same thing that is mentioned here. K sound has changed into s. Okay, k g, that is sh s. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു മാറ്റം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് വേലാർ കോൺസണൻസിന്. അതിന് ബേസ് ചെയ്തിട്ടാണ് ദിസ് പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ has happened. That is, he classified it on the basis of that particular element. Now സെറ്റം എന്ന് പറഞ്ഞാൽ അവിസ്ഥാൻ എന്ന് പറയുന്ന ലാംഗ്വേജിലും അതുപോലെ ലാംഗ്വേജിൽ 100 എന്ന് തന്നെയാണ് മീനിങ്, 100. ഓക്കെ, 100. ആൻഡ് ദെൻ കെൻറ്റം ഇൻ ലാറ്റിൻ ഓൾസോ മീനിങ് 100. ബോത്ത് വേർഡ്സ് ആർ ദാറ്റ് മീൻസ് 100 എന്നാണ് ഇതിൻ്റെ ടേമിൻ്റെ മീനിങ്. ഓക്കെ, ടേം മീനിങ് ഇസ് 100, വേർഡ് മീനിങ് 100 എന്നാണ്, രണ്ട് സെറ്റം ആണെങ്കിലും കെൻറ്റ് ആണെങ്കിലും. ഓക്കെ, അതാണ് ആ 100 എന്നുള്ള ഒരു ഡിഫറൻസ്, ആ 100 എന്നുള്ള ഒരു മീനിങ് ആണ് അത് തരുന്നത്, കോൺസെപ്റ്റ് ആണ് അത് തരുന്നത്. ബട്ട് ദ തിങ് ഈസ് ദറ്റ് ഹിയർ ഇറ്റ് ഈസ് ക ആൻഡ് ഹിയർ ഈസ് സ്. ഓക്കെ, സോ ദറ്റ് ഈസ് ദ ഡിഫറൻസ്. നൗ വി ക്യാൻ സി ദ representation, the geographical representation of സെറ്റം ആൻഡ് കെൻറ്റം. അപ്പോൾ സെറ്റം ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ദാറ്റ് ഈസ് ഓൾ ദ പ്ലേസ് ഓവർ ഹിയർ, ദാറ്റ് ഈസ് that Baltic, Slavic, all these areas, almost it is spread through this belt. Okay, സെറ്റം. Now Kent, that is അതിൽ നിന്നാണ് ഈ ഒരു സെറ്റം എന്നുള്ളതിൽ നിന്നാണ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ദറ്റ് ഈസ് ഇന്തോ ഇറാനിയൻ വന്നിട്ടുണ്ട്, ദെൻ ഇന്ത്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റം ഈസ് ദ ബേസിസ് ഓഫ് ഇന്ത്യൻ ആൻഡ് ഇറാനിയൻ. ഓക്കെ, നൗ അതുപോലെ എന്താണ് കെൻറ്റം അതിൽ നിന്ന് വന്നിട്ടുള്ള ലാംഗ്വേജസ് ആണ്, ദറ്റ് ഈസ് ജർമനിക്, കെൽറ്റിക്, ദെൻ ഇറ്റാലിക്, ഹെലനിക് തുടങ്ങിയതൊക്കെ. ഓക്കെ, അപ്പം ഇതിങ്ങനെയാണ്. ഇതൊരു നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് സെറ്റം ഗ്രൂപ്പിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഇന്തോ ഇറാനിയൻ ബ്രാഞ്ചും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സി ദിസ് ഇസ് ജർമനിക് ആൻഡ് ദെൻ ദിസ് കെൽറ്റിക്, ഇറ്റാലിക് എക്സെട്ര. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നൗ വി ക്യാൻ ഗോ ടു ദ സെറ്റം ഗ്രൂപ്പ്. സെറ്റം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, ദറ്റ് ഈസ് ദ ഇന്തോ ഇറാനിയൻ ലാംഗ്വേജ്. അതിൽ നമുക്ക് കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, സെറ്റം ഗ്രൂപ്പിൽ തന്നെ ഈസ്റ്റേൺ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഈസ്റ്റേൺ ഗ്രൂപ്പ്. സെറ്റം ഗ്രൂപ്പ് ഈസ് ഈസ്റ്റേൺ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരു ടെക്നിക്കായിട്ട്. ദറ്റ് ഈസ് ശതം എന്ന് പറഞ്ഞാൽ നമുക്ക് ശതാബ്ദി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദറ്റ് ശതം മീൻസ് 100 എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ശതം എന്നുള്ളത് എന്താണ്? അപ്പോൾ അതിലായിരിക്കും ഈസ്റ്റേൺ, നമ്മൾ ഈസ്റ്റേൺ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഈസ്റ്റേൺ ഗ്രൂപ്പാണ് സെറ്റം എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ in this group we have the first subdivision is the Indo-Iranian language family. The Indo-Iranian language family, that is the Indic subfamily and the Iranian subfamily. അപ്പോൾ നമ്മൾ ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജിനെ ഫാമിലിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ദാറ്റ് ഈസ് സ്പെസിഫിക് ഇൻഡോ അരിയൻ ലാംഗ്വേജസ്, ഇറാനിയൻ ലാംഗ്വേജസ്, ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്ദിക് എന്ന് പറയുന്ന ഗ്രൂപ്പും അതുപോലെ ഇറാനിയൻ എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ദറ്റ് ഈസ് ബേസിക്കലി സ്പോക്കൺ ഇൻ ദ സെൻട്രൽ ആൻഡ് സൗത്ത് സെൻട്രൽ ഏഷ്യ. ഓക്കെ, സെൻട്രൽ ആൻഡ് സൗത്ത് സെൻട്രൽ ഏഷ്യയിലാണ് കൂടുതലായിട്ട് ഈ ലാംഗ്വേജ് കാണപ്പെടുന്നത്. അതിൽ തന്നെ ഇൻഡിക് ലാംഗ്വേജിലാണ് ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കൊങ്കണി, മറാത്തി, പഞ്ചാബി, സിന്ധി, സിൻഹാലി ശ്രീലങ്കയിലൊക്കെ ഉള്ളത്, ദെൻ ഉറുദു, നേപ്പാളി. ഓക്കെ, ദീസ് all belongs to Indic languages. Then Iranian, Kurdish, Pashto, Persian ഒക്കെ അതിൽ വരുന്നതാണ്. ബലൂച്ചി ഒക്കെ അതിൽ തന്നെ വരുന്നതാണ്, ഇറാനിയൻ ലാംഗ്വേജസിൽ വരുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ കോമൺ ലാംഗ്വേജസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റം ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ഇന്തോ ഇറാനിയൻ ലാംഗ്വേജ് ഫാമിലി. നൗ വി ഹാവ് ദ സെക്കൻഡ് ഗ്രൂപ്പ് ഇൻ സെറ്റം ഫാമിലി. ഓക്കെ, ദറ്റ് ഈസ് എന്താണ്? ദറ്റ് ഈസ് സ്പോക്കൺ ഇൻ അൽബേനിയ and by smaller number of ethnic Albanians in other parts of southern Balkans, along the east coast of Italy and Sicily, in southern Greece,
and in Germany, Sweden, the United States, Ukraine, Belgium. Okay. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ നമ്മൾ കരുതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിറ്റി ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തൊക്കെ പോയിട്ടുള്ള കമ്മ്യൂണിറ്റികളിലാണ് അത് മീൻസ് ഇപ്പോൾ അവർ ആരാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അനുസരിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. Albanian is the only modern representative of distinct branch of Indo European language family. That is the attribute of Albanian language. Albanian language നമുക്കറിയാം, as we have already seen. See, here we can see Indo-Iranian languages, and then there is Indo-Aryan, I mean Indic languages and Iranian languages. See, but in the next, പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആൽബേനിയൻ ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഡയറക്റ്റ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ബേസിക് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നും പോവാതെ അതിൻ്റെ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു അതിനോട് എന്താ മീൻസ് അതിൽ വന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ അൽബേനിയൻ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ അർമേനിയൻ ലാംഗ്വേജ്. അർമേനിയൻ ലാംഗ്വേജിന് നമ്മൾ അർമേനിയൻ ഹയാറൻ എന്നോ അതല്ലെങ്കിൽ അയാറൻ എന്നൊക്കെ സ്പെല്ല് ചെയ്യാറുണ്ട്. ഇറ്റ് വാസ് വൺസ് ഇറാനിയസ്ലി കൺസിഡേർഡ് ആസ് എ ഡയലക്റ്റ് ഓഫ് ഇറാനിയൻ ലാംഗ്വേജ് ആയിട്ടായിരുന്നു ആദ്യം, മീൻസ് that has originated from Iranian എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നൗ ദ മെജോറിറ്റി ദാറ്റ് ഈസ് അബൌട്ട് 3.4 million ഓഫ് ദീസ് ലിവ് ഇൻ അർമേനിയ, ജോർജിയ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ റഷ്യയിലൊക്കെ കാണുന്ന ഒരു ലാംഗ്വേജാണ് അർമേനിയൻ ലാംഗ്വേജസ്. ലാംഗ്വേജ് ഓക്കെ. അർമേനിയൻസ് ആൾസോ ലിവ് ഇൻ ലെബനൻ, ഈജിപ്ത്, അസർബൈജാൻ, ഇറാഖ്, ഫ്രാൻസ്, ബൾഗേറിയ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് എൽസ്വെയർ. ഓക്കെ. സോ നമ്മളിപ്പോൾ കണ്ടത് ഇതൊക്കെയായിരുന്നു. ദാറ്റ് ഈസ് ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജസ്. ഓക്കെ. സെറ്റം ഗ്രൂപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. ദെൻ വി ഹാവ് ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജ്. അതിൽ തന്നെ ഇന്ത്യക്കും ഇറാനിയനും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് അൽബേനിയൻ ലാംഗ്വേജാണ്, അർമേനിയൻ ലാംഗ്വേജ്. നൗ ദ ഫോർത്ത് വൺ, Balto-Slavic languages. That is, it comprises the languages of the Baltic and the Slavic subgroups of the Indo-European language family. So, Baltic group വരുന്ന ലാംഗ്വേജസ് ഓൾഡ് പേർഷ്യൻ, ലിത്വാനിയൻ, ലെറ്റിഷ് എന്നൊക്കെയുള്ള ലാംഗ്വേജസ് ആണ്. ദെൻ സ്ലാവോണിക്, റഷ്യൻ, ബൾഗേറിയൻ, സെർബിയൻ, ചെക്ക് ആൻഡ് പോളിഷ്. അപ്പോൾ ഇത്തരം ലാംഗ്വേജസ് ഒക്കെ ബാൾട്ടോ-സ്ലാവിക് ലാംഗ്വേജസിൽ വരുന്നതാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദീസ് ആർ ദ 4 ഗ്രൂപ്പ്സ് ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജസ് ആണ്. ബിക്കോസ് അതിൽ കുറേ അധികം ഡിവിഷൻസ് വരുന്നുണ്ട്. ഇറാനിയൻ ഗ്രൂപ്പായി വന്ന് പിന്നെ ഇന്ത്യൻ ഗ്രൂപ്പായി വന്ന് അതിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4 ലാംഗ്വേജ് ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ സെറ്റം ഓർ ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ്. നൗ വി ഹാവ് കെൻറ്റം, ദറ്റ് ഈസ് വെസ്റ്റേൺ ഗ്രൂപ്പ്. കെൻറ്റത്തിൽ എങ്ങനെയാണ് വരുന്നത്? ദറ്റ് ഈസ് ഹെലനിക് ഓർ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ദറ്റ് ഈസ് ഇൻ കെൻറ്റം. ഓക്കെ. കെൻറ്റം ഓർ വെസ്റ്റേൺ ഗ്രൂപ്പ്. ദറ്റ് ഈസ് there were several Greek dialects like Attic, Ionic, Doric, Aeolic. Okay. Then the most important was Attic. It was spoken in Athens. Athens language ആണ് Attic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, the dialects of modern Greek has descended from Attic എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നാണ് ഈ ഒരു ദാറ്റ് ഈസ് അറ്റിക്കാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് വരുന്നത്, മീൻസ് സബ് ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ് ഗ്രീക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ അറ്റിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ആ ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ് ഗ്രീക്ക് എന്ന് പറയുന്ന ലാംഗ്വേജ്. ഹെലനിക് ഒരു ഗ്രീക്ക് എന്നുള്ള പേരിലാണ് ആ ഒരു ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ബട്ട് മോഡേൺ ഗ്രീക്ക് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രീക്ക് വന്നിട്ടുള്ളത് അറ്റിക് എന്ന് പറയുന്ന സബ് ഡിവിഷൻ ഓഫ് ഹെലനിക് ഓർ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ കെൻറ്റം. ഓക്കെ. നൗ ഇറ്റാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് it is considered of a number of dialects of ancient Italy including Oscan, Umbrian and Latin. Okay. Latin, the language of Rome, was a chief of these dialects. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, കാരണം റോം was one of the most powerful countries or states during those times. Okay. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്
ലാറ്റിൽ നിന്നാണ് നമുക്ക് പിന്നീട് കിട്ടുന്ന എന്താണ് ഈ ഓസ്കനെയും അംബ്രിയനെയൊക്കെ ലാറ്റിൻ അങ്ങ് എന്താണ് ഓവർ പവർ ചെയ്തു. കാരണം പവർഫുള്ളിൻ്റെ ലാംഗ്വേജാണ് എപ്പോഴും അഡ്മിനിസ്ട്രേഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരിക. അതുകൊണ്ട് തന്നെ ലാറ്റിൻ വാസ് എ ലാംഗ്വേജ് ഓഫ് റോം ആൻഡ് നാച്ചുറലി ഇറ്റ് വാസ് ദ മോസ്റ്റ് prominent, most powerful language. Now, the various languages which represent the survival of Latin in the different parts of Roman Empire are known as the Romance language. അപ്പോൾ ഈ റൊമാൻസ് ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം you can expect that kind of questions. Identify the Romance language എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ ഡിഫൈൻ റൊമാൻസ് ലാംഗ്വേജസ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ തന്നെ ഓഡ് വൺ ഔട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് ഒക്കെ തന്ന് അതിൽ ഒരു റൊമാൻസ് ലാംഗ്വേജും തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് റൊമാൻസ് ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ there are two Latin forms developed, that is classic Latin, language of Cicero and Virgil. അതാണ് ക്ലാസിക് ലാറ്റിൻ എന്നുള്ളതും വൾഗർ ലാറ്റിൻ എന്നുള്ളതും. വൾഗർ എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിൾ, സാധാരണ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജിന് വൾഗർ ലാറ്റിൻ എന്നും, ഹയർ ലെവലിൽ നമ്മൾ ഇതുപോലെയുള്ള വിർജിലിനെ പോലെ സിസോറെ പോലെയൊക്കെയുള്ള ഹൈ ക്വാളിറ്റി പോയറ്റ്സ്, പ്ലേ റൈറ്റ്സ് അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ലാംഗ്വേജ് ക്ലാസിക്കൽ ലാറ്റിൻ എന്നുമാണ് അറിയപ്പെടുന്നത്. നൗ നിങ്ങൾക്കറിയാമല്ലോ ഏത് ലാംഗ്വേജും മീൻസ് ലോയിൽ നിന്നാണ് കൂടുതലായിട്ട് ലാംഗ്വേജസ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ ദ ചീഫ് റൊമാൻസ് ലാംഗ്വേജസ് ലൈക്ക് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ് ആൻഡ് റുമേനിയൻ. ഇതിൽ നമുക്ക് കാറ്റലോണിയയുടെ ലാംഗ്വേജ് ആയിട്ടുള്ള കെറ്റാലിൻ കൂടി പറയാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. ഓക്കെ, അതുകൂടി ഇതിൽ വരുന്നൊരു കോമൺ ആയിട്ട് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ദറ്റ് ഈസ് റൊമാൻസ് ലാംഗ്വേജസ് ഡെവലപ്ഡ് ഫ്രം വൾഗർ ലാറ്റിൻ ആൻഡ് ഇറ്റ് വാസ് സ്പോക്കൺ ബൈ ദ മാസസ്. സോ ഈ റൊമാൻസ് ലാംഗ്വേജസ് ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ദറ്റ് ഈസ് റൊമാൻസ് ലാംഗ്വേജസിനെ റിലേറ്റഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു സേ ഫ്രം വിച്ച് ദിസ് പെർട്ടിക്കുലർ ബ്രാഞ്ച് ഹാസ് ഒറിജിനേറ്റഡ്. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ ബ്രാഞ്ച് ഹാസ് was originated from Vulgar Latin, which is a subdivision of Latin. Okay, Latin, and then this group, this comes under this particular Romance languages comes under the major group, that is Kentum group or Western group എന്ന് എഴുതാം. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ദ ലാംഗ്വേജസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഈസ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ് ആൻഡ് റുമേനിയൻ എന്ന് എഴുതിയതിന് ശേഷം എഴുതുക ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജസ് ഒറിജിനേറ്റ് വാസ് ആക്ച്വലി സ്പോക്കൺ ബൈ ദ മാസസ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് വൾഗർ ലാറ്റിൻ. അങ്ങനെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇറ്റാലിക് ലാംഗ്വേജ് ബ്രാഞ്ച്. നൗ Celtic എന്ന് പറയുന്നത് ടുഡേ കെൽറ്റിക് സർവൈസ് ഇൻ ലാംഗ്വേജസ് സ്പോക്കൺ ബൈ ദ മൈനോറിറ്റീസ് ഇൻ ബ്രിട്ടീഷ് ഐൽസ്, വെൽഷ്, കോർണിഷ്, ഐറിഷ്, ഗെയിലിക്, ദെൻ സ്കോട്ടിഷ് ഗെയിലിക് എക്സ്ട്രാ. ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽറ്റിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ആക്ച്വലി ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതാണ്. മീൻസ് ഇറ്റ് വാസ് പുഷ്ഡ് ടു ദ നോർത്തേൺ സൈഡ് ബൈ കോൺക്വസ്റ്റ്, ലൈക്ക് നോർമൻ കോൺക്വസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരങ്ങ് പുഷ് ചെയ്ത് അവർക്ക് നോർത്തേൺ സൈഡിലേക്ക് പോകേണ്ടി വന്നതാണ്. അപ്പോൾ കെൽറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, നൗ പ്രിമിറ്റീവ് ജർമ്മനിക് ഓർ ട്യൂട്ടോണിക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. ദാറ്റ് ഇസ് എ ഫോർത്ത് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ദിസ് ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 3 divisions, ദാറ്റ് ഈസ് നോർത്ത് ജർമ്മനിക്, ഈസ്റ്റേൺ ജർമ്മനിക്, വെസ്റ്റ് ജർമ്മനിക്. അപ്പോൾ ഇതിൽ നോർത്ത് ജർമ്മനിക് ലാംഗ്വേജ് ഗേവ് ബർത്ത് ടു സ്വീഡിഷ്, ഡാനിഷ്, നൊവീജിയൻ, ഐസ്ലാൻഡിക്. അതൊക്കെ നോർത്ത് ജർമ്മനിക്കിൽ നിന്ന് വന്നതാണ്. ദെൻ ഈസ്റ്റ് ജർമ്മനിക്കിൽ നിന്ന് വന്നതാണ് ഗോത്തിക് ലാംഗ്വേജ് ഈസ് എൻ എക്സ്റ്റിങ്ക്ട് ലാംഗ്വേജ് ആൻഡ് ബൾഗേറിയൻ. അത് രണ്ടുമാണ് ഈസ്റ്റ് ജർമ്മനിക്കിൽ നിന്ന് വന്നത്. വെസ്റ്റ് ജർമ്മനിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്, വെസ്റ്റ് ജർമ്മനിക്ക് വീണ്ടും സബ് ഡിവിഷൻ ആയി ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ഓൾഡ് ഹൈ ജർമ്മൻ, ഓൾഡ് ലോ ജർമ്മൻ, ആംഗ്ലോ സാക്സൺ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് ഹൈ ജർമ്മൻ എന്ന് പറഞ്ഞതിൽ ജർമ്മൻ വരുന്നുണ്ട്, ഓൾഡ് ലോ ജർമ്മനിൽ ഡച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ലാംഗ്വേജും ഒരു നമ്മൾ പറയുന്നത് ഒരു ലോ ജർമ്മൻ്റെ ഒരു സബ് ഡിവിഷനായിട്ട് പറയുന്നതാണ്.
ഓക്കെ, സബ് ഡിവിഷനായിട്ട് തന്നെ ലോ ജർമ്മൻ്റെ സബ് ഡിവിഷനായിട്ടാണ് നമ്മൾ ആംഗ്ലോ സാക്സനെ കാണുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആംഗ്ലോ സാക്സണിൽ നിന്ന് മിഡിൽ ഇംഗ്ലീഷ് വന്നു, മിഡിൽ ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷ് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ വേ. ലോ ജർമ്മനിയിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു റൂട്ട് നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ലോ ജർമ്മൻ, ദെൻ ആംഗ്ലോ സാക്സൺ, ദെൻ മിഡിൽ ഇംഗ്ലീഷ്, ദെൻ മോഡേൺ ഇംഗ്ലീഷ്. സോ ദീസ് ആർ ദ 4 കെൻഡം ഗ്രൂപ്പ്. അതിൽ തന്നെ ചില ഗ്രൂപ്പുകൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, മീൻസ് എക്സ്റ്റിങ്ക്റ്റ് ആയത് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ഹാവ് എ പിക്ചർ ഹിയർ. ദാറ്റ് ഈസ് നിങ്ങൾ കണ്ടുമടുത്ത ഒരു ഡയഗ്രാം ആയിരിക്കും, എല്ലാ മെറ്റീരിയൽസിലും എല്ലാത്തിലും ഒക്കെ കാണുന്നത് തന്നെയാണ്. ദാറ്റ് ഈസ് ദിസ് ഇന്തോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിൽ ഇന്ത്യൻ. ഓക്കെ, ഇതിൽ നോക്കി ഇവിടെ ഇന്ത്യനും ഇറാനിയനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇന്തോ ഇറാനിയൻ ഒന്നിച്ച് കൊടുത്ത് അതിൽ താഴെയായിട്ട് സബ് ഡിവിഷൻ്റെതായിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ദെൻ അർമേനിയൻ, ദെൻ ജർമനിക്, ബാൾട്ടോസ്ലാവിക്, അൽബേനിയൻ, കെൽറ്റിക്, ഹെലനിക്, ഇറ്റാലിക്. സോ ദിസ് ഈസ് ദ വേ ഹൗ ഇറ്റ് ഈസ് ഡിവൈഡഡ്. നോ 3500 to 3000 BC-യിലായിരുന്നു ഇത് ഉണ്ടായത്. പിന്നെ ഈ ഒരു സബ് ഡിവിഷൻ നടന്നിട്ടുള്ളത് 1000 BC-യിലാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ത്യൻ, അർമേനിയൻ, ഇറാനിയൻ, ജർമനിക്, ബാൾട്ടോസ്ലാവിക് അങ്ങനെ കിട്ടി. അതിൽ നിന്ന് നോക്കൂ ഇറ്റാലിയൻ, ലാറ്റിൻ അങ്ങനെ പോയി. റൊമാൻസ് ലാംഗ്വേജസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ റൊമാൻസ് ലാംഗ്വേജസ് ആണ്. ദിസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് റൊമാൻസ് ലാംഗ്വേജസ്. ദെൻ ഹെലനിക്, ഗ്രീക്ക്, കെൽറ്റിക്, ഐറിഷ്, വെൽഷ്, ഗെയിലിക്, അൽബേനിയൻ ഉണ്ട്. അതുപോലെ ബാൾട്ടോസ്ലാവിക്. ദെൻ ജർമനിക്കിൽ നിന്ന് ജർമനിക്കിൽ നിന്ന് നമുക്ക് നോർത്ത് ജർമനിക്, ഈസ്റ്റ് ജർമനിക്, വെസ്റ്റ് ജർമനിക് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഹൈ ജർമനിൽ ജർമ്മൻ ഇദിഷ് എന്ന് പറയുന്ന ലോ ജർമ്മൻ ഇങ്ങനെ പോയി. അതിൽ നമുക്ക് നോക്കി നോക്കൂ, ലോ ജർമ്മനിൽ നിന്ന് ആംഗ്ലോ സാക്സൺ, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ്. നൗ വി ആർ ഹിയർ. ഓക്കെ, നൗ ഓൾ ദീസ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഡച്ച്, ഫ്ലെമിഷ്, അതുപോലെ ഉള്ള ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ ഇവിടെ ഉണ്ട്. So this is what we are more concerned, should be more concerned about, that is Low German, West German, then common Germanic languages. Okay, so this is the way how this centum and we can describe centum and satum and centum group. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇന്തോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. I hope you understood.